2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് വരാനായി പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ തന്നെയും ഏറ്റവും നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ത്രികോണ പോരാട്ടങ്ങൾ കടുത്ത രീതിയിൽ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ നിരവധി കേരളത്തിലുടനീളമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും പല രീതിയിലുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, ചില രാഷ്ട്രീയ കണക്കുകൾ, ചില രാഷ്ട്രീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴത്തേക്കും കേരളത്തിലെ 140 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവിൽ ഒരു ത്രികോണ പോരാട്ടം, അതായത് BJP, LDF, UDF 3 പേർക്കും ഒരുപോലെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം BJP വളരെ വലിയ തോതിൽ വോട്ട് ശതമാനം ഉയർത്തുന്ന ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. കാരണം 2ാം സ്ഥാനത്ത് BJP പലപ്പോഴായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ആ വട്ടിയൂർക്കാവിൽ ഇത്തവണ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും നമുക്ക് കണക്കുകൾ നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും അതിന് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെയും വട്ടിയൂർക്കാവിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 2011 കണക്ക് തന്നെ പരിശോധിച്ച് തുടങ്ങാം. ആ 2011 നോക്കുമ്പോഴത്തേക്കും അവിടെ വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. K മുരളീധരനായിരുന്നു 2011 അവിടുത്തെ MLA ആയിട്ട് വന്നത്. 56,531 വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. 50%-ലേറെ വോട്ട് ശതമാനം അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. അവിടെ 2ാം സ്ഥാനത്തെത്തിയത് ചെറിയാൻ ഫിലിപ്പാണ്. 40,364 വോട്ടുകളായിരുന്നു അദ്ദേഹം അവിടെ നേടിയത്. 35%-ലധികം വോട്ടുകൾ. BJPക്ക് 3ാം സ്ഥാനമായിരുന്നു. ഇപ്പോഴത്തെ മേയറായിട്ടുള്ള VV രാജേഷ് ആയിരുന്നു അവിടെ മത്സരിച്ചത്. 13,494 വോട്ടുകളായിരുന്നു അന്ന് VV രാജേഷ് അവിടെ നേടിയത്. ഏകദേശം 11%-ലേറെ വോട്ടുകളായിരുന്നു അവിടെ നേടിയത്. അപ്പോൾ ഇത് 2011 കണക്കാണ്. അവിടെ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. 2016 വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും മുരളീധരൻ വീണ്ടും വിജയിക്കുകയായിരുന്നു. അതായത് വോട്ട് കുറച്ച് കുറഞ്ഞെങ്കിൽ പോലും അവിടെ മുരളീധരൻ വിജയിക്കുകയായിരുന്നു. പക്ഷേ ട്വിസ്റ്റ് എന്ന് പറയുന്നത് മുരളീധരന് 51,322 വോട്ടുകൾ ലഭിച്ചു. 37% വോട്ടായിരുന്നു അവിടെ ലഭിച്ചത്. BJP ആയിരുന്നു 2ാം സ്ഥാനത്ത് വന്നത്. അതായത് കുമ്മനം രാജശേഖരായിരുന്നു അവിടെ മത്സരിച്ചത്. 43,700 വോട്ടുകൾ നേടി. 32%-ലധികം വോട്ടുകൾ BJP അവിടെ സ്വന്തമാക്കി. വലിയൊരു മുന്നേറ്റം അവിടെ നടത്തിയിരുന്നു കുമ്മനം രാജശേഖർ. CPIM 3ാം സ്ഥാനത്തായിരുന്നു അവിടെ ആയത്. TN സീമയായിരുന്നു മത്സരിച്ചത്. 40,000-ലധികം വോട്ടുകൾ നേടി. 29%-ലധികം വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ 2019 ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ CPIM വിജയിക്കുകയായിരുന്നു. അതായത് അവിടെ മുരളീധരൻ മാറുകയായിരുന്നു. അവിടെ കോൺഗ്രസിൽ പുതിയ ഒരു ആൾ വരികയും CPIM ആ സീറ്റ് സ്വന്തമാക്കുകയും ചെയ്തു. അതായത് VK പ്രശാന്ത് അവിടുത്തെ മേയറായ, തിരുവനന്തപുരം മേയറായിരുന്ന വ്യക്തി അവിടെ വിജയിച്ച് കയറുകയായിരുന്നു. 54,830 വോട്ടുകൾ നേടി. ഏകദേശം 44%-ലധികം വോട്ടുകൾ നേടി. അവിടെ INC 2ാം സ്ഥാനത്തേക്ക് പോയി. K മോഹൻകുമാർ 40,000-ലധികം വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. 32%-ലധികം വോട്ടുകൾ. BJPക്ക് 3ാം സ്ഥാനമായിരുന്നു. S സുരേഷ് 27,423 വോട്ടുകൾ, 22%-ലധികം വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 2021 വരുമ്പോഴത്തേക്കും CPIM തന്നെ വീണ്ടും വിജയിക്കുകയായിരുന്നു. VK പ്രശാന്ത് അവിടെ 61,000 വോട്ടുകളാക്കി ഉയർത്തിക്കൊണ്ട് അവിടെ ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. 44%-ലധികം വോട്ടുകൾ നേടി വിജയിക്കുകയായിരുന്നു. BJP VV രാജേഷ് ആയിരുന്നു അവിടെ മത്സരിച്ചത്. 39,596 വോട്ടുകൾ അദ്ദേഹം നേടി 2ാം സ്ഥാനത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 28%-ലധികം വോട്ടുകൾ. INC അവിടെ വീണ S നായരായിരുന്നു മത്സരിച്ചത്. 35,655 വോട്ടുകൾ, 25%-ലേറെ വോട്ടുകൾ. അപ്പോൾ തീർച്ചയായിട്ടും 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും VK പ്രശാന്ത് അവിടെ വിജയിച്ചു. VV രാജേഷ് 2ാം സ്ഥാനത്തെത്തുകയായിരുന്നു. അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തും. ഇനി 2026 ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് മുന്നേ ആയിട്ട് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ടും കൂടെ നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അവിടെ BJP ആണ് 1ാം സ്ഥാനത്ത് എത്തിയത് എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖർ അവിടെ 1ാം സ്ഥാനത്ത് എത്തുകയായിരുന്നു. നല്ലൊരു വോട്ട് ശതമാനത്തോടു കൂടി തന്നെ അവിടെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നിലാക്കിക്കൊണ്ട് 1ാം സ്ഥാനത്ത് അവിടെ എത്തിയത്
BJP ആയിരുന്നു. അപ്പോൾ ഇനി 2026 വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ട്വിസ്റ്റ്. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് വട്ടിയൂർക്കാവ് പോലുള്ള സ്ഥലത്ത്. എങ്കിൽ പോലും നിലവിലത്തെ സിറ്റുവേഷനിൽ അവിടുത്തെ പേരുകൾ കേൾക്കുന്നതെന്ന് പറയുന്നത് LDF VK പ്രശാന്തും UDF മുരളീധരൻ്റെ പേര്, അതായത് നേരത്തെ മത്സരിച്ച് അവിടുത്തെ MLA ആയിരുന്ന, അത് കഴിഞ്ഞിട്ട് MLA സ്ഥാനം വേണ്ടാന്ന് വെച്ചുകൊണ്ട് MP ആയി മാറിയ, ഇപ്പോൾ MP-യുമല്ലാത്ത മുരളീധരനാണ് ഇപ്പോൾ അവിടെ MLA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ LDF VK പ്രശാന്ത്, UDF K മുരളീധരൻ, അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് ഇതുവരെയായിട്ട് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും NDAയുടെ കൂടി സ്ഥാനാർത്ഥി വരുമ്പോഴത്തേക്കും അവിടെ ഒരു കടുത്ത പോരാട്ടമായി മാറും. പലരുടെയും പേരുകൾ കേൾക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ശ്രീരേഖ IPSൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും BJP അവിടെ നിർത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് അവിടെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു കണക്കെന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ത്രികോണ പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറയുന്നത്. അതിൽ തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് മുൻതൂക്കമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് നിലവിൽ അവിടെ LDF അതോടൊപ്പം തന്നെ BJP തമ്മിലായിരിക്കും കടുത്ത മത്സരം നടക്കാനായി പോകുന്നത്. UDF അവിടെ 3-ാം സ്ഥാനമാവാനാണ് സാധ്യത കൂടുതലായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നതെന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് തന്നെ കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തം തന്നെയാണ്. അവിടെ BJP സംബന്ധിച്ചിടത്തോളം ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം, വിജയസാധ്യത അവിടെ കാണുന്നു എന്നുള്ളതും വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വട്ടിയൂർക്കാവ് പോലുള്ള ഒരു സ്ഥലത്ത്. അതേപോലെ തന്നെ അവിടെ LDF പിന്നിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു വിജയശതമാനം നോക്കുമ്പോഴത്തേക്കും നിലവിലത്തെ സാഹചര്യത്തിൽ വട്ടിയൂർക്കാവ് പോലുള്ള സ്ഥലത്ത് BJP സംബന്ധിച്ചിടത്തോളം ഒരു വിജയശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 39% മുതൽ ഒരു 43% വരെ BJPക്ക് അവിടെ വിജയസാധ്യത കാണുന്നു. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിൽ ഏകദേശം 32% മുതൽ 36% വരെ അവിടെ വിജയസാധ്യത LDFന് കാണുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഏകദേശം 24% മുതൽ 28% വരെയും വിജയസാധ്യത നിലവിൽ അവിടെ കാണുന്നു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വമ്പൻ അട്ടിമറികൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇത് സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ ഉള്ള ഒരു സർവേ റിസൾട്ടാണ്. സ്ഥാനാർത്ഥി നിർണയം, അതായത് അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതിനു ശേഷം പലതരത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ആ രീതിയിലും വോട്ടുകൾ മറിയാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ്. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ ഒരു വിജയശതമാന കണക്ക് വെട്ടിക്കാനായിട്ട് LDFന് സാധ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം നിലവിൽ വീണ്ടും ഒരു വിജയം നേടാനായിട്ട് അവിടെ സാധിക്കുമോ LDFന്? അതല്ല BJP ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കുമോ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ട്? അതല്ല അവിടെ UDF ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമോ? മുരളീധരൻ തന്നെ ആയിരിക്കുമോ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനായി പോകുന്നത്? അതുമാത്രമല്ല, അവിടെ ഈ പറയുന്ന തോതിൽ വീണ്ടും ഒരു വിജയം നേടാനായിട്ട് മുരളീധരന് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് വട്ടിയൂർക്കാവ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് നടക്കുമെന്നുള്ളത് കണ്ടറിയണം.